എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് അത്തം, ചിത്തിര, ചോതി എന്നീ നക്ഷത്രക്കാരുടെ 2026 വിഷുഫലത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം അത്തം നക്ഷത്രക്കാരുടെ ഫലത്തെക്കുറിച്ച് നോക്കാം. 2026 വിഷുഫലം അത്തം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് വരുന്നത്. സന്തോഷവും സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാകുമെങ്കിലും അതീവ ജാഗ്രത പുലർത്തണം ഈ വർഷം. ജോലിയിൽ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യത കാണുന്നു. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പങ്കാളികളെ ലഭിക്കാനും ബിസിനസ് വിപുലീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഡോക്യുമെന്റ്സുകളിൽ സൈൻ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം. എല്ലാ കാര്യങ്ങളും വായിച്ച ശേഷം മാത്രമേ ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്യാവൂ. എഴുത്തുകാർക്കും പ്രഭാഷണം നടത്തുന്നവർക്കും ഐ.ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഈ വർഷം അനുകൂലമായിരിക്കും. മാത്രമല്ല അവർക്ക് അംഗീകാരങ്ങൾ തേടിവരും. നിങ്ങളുടെ ധനസ്ഥിതി ഭദ്രമായിരിക്കും. പഴയ നിക്ഷേപങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് ലാഭം ഉണ്ടാകും. ലോട്ടറി, ചിട്ടി എന്നിവയിൽ നിന്നും ധനലാഭം ഉണ്ടാകാൻ സാധ്യത വളരെയധികം കാണുന്നു. സ്വർണത്തിലോ ഭൂമിയിലോ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ് ഈ വിഷുവർഷം. അത്യാവശ്യത്തിന് മാത്രമേ പണം ചെലവാക്കാവൂ. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും എന്നും നിലനിൽക്കും. ജീവിത പങ്കാളിയുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതാകും. വിവാഹം ഈ വർഷം നടക്കാൻ സാധ്യത വളരെയധികം കാണുന്നു. ബന്ധുക്കളുമായി ചെറിയ തർക്കങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിങ്ങൾ നിയന്ത്രണം വേണം. ആരോഗ്യപരമായി പറഞ്ഞാൽ ഉദരസംബന്ധമായ അസുഖങ്ങളോ അലർജിയോ ഉണ്ടാകാൻ ഇടയുണ്ട്. ഭക്ഷണ നിയന്ത്രണം അത്യാവശ്യമാണ്. ഈ വിഷുവർഷം അത്തം നക്ഷത്രക്കാർക്ക് അനുകൂലമാകാൻ ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുക. ചന്ദ്രഭജനം ആവശ്യമാണ്. പറ്റുമെങ്കിൽ തിങ്കളാഴ്ച വ്രതം നോക്കുക. ചന്ദ്രന്റെ മന്ത്രങ്ങൾ ജപിക്കുക. ദുർഗാദേവിയോ വനദുർഗയോ ഭജിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ വളരെയധികം സഹായിക്കും. കഴിയുമെങ്കിൽ നിത്യവും ലളിതാ സഹസ്രനാമം ജപിക്കുക. മാസത്തിൽ ഒരു തവണ, അത് പൗർണമി ദിവസമായാൽ വളരെയധികം ഉത്തമം, അന്ന് പോയി ദേവിയെ തൊഴുത് പാൽപ്പായസം വഴിപാട് നടത്തുക. വെള്ളവസ്ത്രമോ പച്ചരി എന്നിവ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുക. കൂടാതെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം, മരുന്നും എന്നിവ വാങ്ങി നൽകുക. ഇത്രയൊക്കെ ചെയ്താൽ അത്തം നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷം അനുകൂലമായി തീരുക തന്നെ ചെയ്യും. അവരുടെ ജീവിതം ഐശ്വര്യവത്തായി മാറുക തന്നെ ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ചിത്തിര നക്ഷത്രക്കാരുടെ വിഷുഫലത്തെക്കുറിച്ച് നോക്കാം. 2026 വിഷുഫലം ചിത്തിര നക്ഷത്രക്കാർക്ക് വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകാൻ പോകുന്ന ഒരു വർഷമാണ് വരുന്നത്. ഇവരുടെ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ഈ വർഷം മുതൽ ലഭിച്ചു തുടങ്ങും. ജോലിയിൽ വലിയ കുതിച്ചുചാട്ടം ഈ വർഷം ഉണ്ടാകും. ഏറ്റെടുക്കുന്ന ജോലികൾ ഭംഗിയായി നിറവേറ്റുന്നത് വഴി സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും ഈ ഭാഗ്യം കാണുന്നുണ്ട്. ആർക്കിടെക്റ്റുകൾ, എഞ്ചിനീയർമാർ, ഫാഷൻ രംഗത്ത് ഉള്ളവർക്ക് വളരെ അനുകൂലമായ ഒരു വർഷമാണ് ഇത്. വ്യാപാര വിപണന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ വർഷമാണിത്. പുതിയ കരാറുകൾ ലഭിക്കാനും ബിസിനസ് വിപുലീകരിക്കാനും ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും. വരുമാനത്തിൽ ഉയർച്ച ഉണ്ടാകും. ചിട്ടി, ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം ലഭിക്കും. പുതിയ വീട് നിർമ്മാണം ആരംഭിക്കാനും വസ്തു വാങ്ങുന്നതിനും സാധ്യത വളരെയധികം കാണുന്നു. സ്വർണം, ഭൂമി എന്നിവയിൽ നിക്ഷേപിക്കാൻ ഏറ്റവും അനുകൂലമായ വർഷമാണ്. വരുമാനം വർദ്ധിക്കുമെങ്കിലും ചെലവ് കൂടും. അതിനാൽ വളരെയധികം ശ്രദ്ധ വേണം നിങ്ങൾ പണം കൈകാര്യം ചെയ്യുന്നതിൽ. കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സമാധാനവും എന്നും നിലനിൽക്കും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. വിവാഹകാര്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുക തന്നെ ചെയ്യും. പുതിയ സുഹൃത്തുക്കൾ വഴി ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. സംസാരത്തിൽ വളരെയധികം നിയന്ത്രണം നമ്മൾ പാലിക്കണം. ആരോഗ്യപരമായി പൊതുവെ തൃപ്തികരമായിരിക്കും. എങ്കിലും മാനസിക സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യത വളരെ കാണുന്നു. ഈ വിഷുവർഷം അനുകൂലമാകാൻ ചിത്തിര നക്ഷത്രക്കാർ ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുക. സുബ്രഹ്മണ്യ സ്വാമിയെ
നിത്യവും ഭജിക്കണം. ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തി പ്രാർത്ഥിക്കുക. ദോഷഫലങ്ങൾ കുറയും. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും പോയി ശിവക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. സാധുക്കൾക്ക് ഭക്ഷണം, വസ്ത്രം, മരുന്ന് എന്നിവ വാങ്ങി നൽകുക. ഇത്രയൊക്കെ ചെയ്താൽ ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷം അനുകൂലമായി തീരും. അവരുടെ ജീവിതം എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും കൊണ്ടു നിറയും. ഇനി നമുക്ക് ചോതി നക്ഷത്രക്കാരുടെ 2026 വിഷുഫലത്തെക്കുറിച്ച് നോക്കാം. 2026 വിഷുഫലം ചോതി നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. വലിയ മാറ്റങ്ങളുടെ ഒരു വർഷമാണ്. എന്നാലും ജാഗ്രത പാലിക്കണം. സർക്കാർ, സ്വകാര്യ ജീവനക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. എങ്കിലും ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള സമയങ്ങളിൽ മേലധികാരികളുമായുള്ള ഇടപാടുകളിൽ സംയമനം പാലിക്കണം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും ഈ വർഷം സുവർണ അവസരങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ബിസിനസ് ചെയ്യാൻ അനുയോജ്യമായ സമയമാണ് ഈ വർഷം. ഓൺലൈൻ ബിസിനസ്, മാർക്കറ്റിംഗ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ലാഭം വർദ്ധിക്കും. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമെങ്കിലും മധ്യത്തോടെ ചെലവുകൾ വർദ്ധിക്കും. സ്വർണം, ഭൂമി എന്നിവയിൽ നിക്ഷേപകർക്ക് അനുകൂലമായ വർഷമാണിത്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ പങ്കാളിയെ കണ്ടെത്തി വിവാഹം നടക്കാൻ വളരെയധികം സാധ്യത കാണുന്നു. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. ജോലിഭാരം മൂലം ശാരീരിക തളർച്ചയും മാനസിക സമ്മർദ്ദവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വായു സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. ഈ വിഷുവർഷം ചോതി നക്ഷത്രക്കാർക്ക് അനുകൂലമാകാൻ ഈ പരിഹാരങ്ങൾ ചെയ്യുക. നാഗദൈവ ഭജനം അത്യാവശ്യമാണ്. അടുത്തുള്ള നാഗക്ഷേത്രങ്ങളിൽ പോയി നൂറും പാലും വഴിപാടായി നടത്തുക. ദോഷഫലങ്ങൾ കുറയും. ഗണപതി ഹോമം നടത്തുക. ചോതി നക്ഷത്രത്തിൽ ഗണപതി ഹോമം നടത്തിയാൽ നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറും. കൂടാതെ ദേവിക്ക് കടുംപായസവും വഴിപാട് നടത്തുക. പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുക. ഭക്ഷണം, വസ്ത്രം, മരുന്ന് എന്നിവ വാങ്ങി നൽകുക. ഇത്രയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഈ വർഷം അനുകൂലമായി തീരും. ചോതി നക്ഷത്രക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ വർഷം നിങ്ങൾക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും.